കുറ്റം പറഞ്ഞതല്ല, അങ്ങനെ ആരും എടുക്കരുത്. ഞാനൊരു ഫാക്റ്റ് പറഞ്ഞതാണ്. ഞാൻ നടന്നു പോവാണ്, നിങ്ങൾ നോക്കിക്കോണത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വാഹനം ഓടിക്കണമെങ്കിൽ കുറഞ്ഞത് CVT വാഹനമാണ്. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു സ്വിച്ചും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. 1 കാർ 1 വേൾഡ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസാൻ മാഗ്നറ്റിനെയാണ് ഈ ഒരു പേര് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ലോഗൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, 2020 ഇറങ്ങിയൊരു വാഹനം, ഇപ്പോഴും നല്ല സെയിലുള്ളൊരു വാഹനം. ഒരേ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരേ ഒരു മോഡൽ മാത്രം ഏറ്റവും കൂടുതൽ പോകുന്ന, ഏറ്റവും കൂടുതലെന്നല്ല, ആകപ്പാടെ 2 മോഡൽ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഈ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും ഇവർക്ക് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വാഹനം കൊണ്ട്. 2020 ഇറങ്ങിയതിന് ശേഷം ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് അഥവാ ഒരു അപ്ഡേറ്റ് ഉണ്ടാകുന്നത്. എന്നാൽ എന്തൊക്കെയാണ് ഈ അപ്ഡേറ്റിൽ വരുന്നത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഏതായാലും വ്യത്യാസം എന്താണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ ഈ ഫ്രണ്ട് കൊണ്ട് നോക്കുന്ന സമയത്ത് വലിയൊരു വ്യത്യാസം തോന്നില്ലെങ്കിൽ പോലും ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിലുണ്ട്. ശരിക്കും ഈ ഒരു ഗ്രില്ല് തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ ഗ്രില്ല് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെഡ്ലൈറ്റുമായിട്ടുള്ളൊരു കണക്ഷൻ ഇല്ല. ഇത് ശരിക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്ന ഗ്രില്ലിൻ്റെ പോർഷൻ എപ്പോഴും ഈ ഒരു പോർഷൻ വരെ വരുന്നുള്ളായിരുന്നു. എന്നാൽ ഇതിപ്പോൾ ഒരു 30% വൈഡർ ആയിട്ടുണ്ട്, 2% ഹൈറ്റും വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റ്സ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിസാൻ്റെ ഒരു ലോഗോ, അതിനകത്തൊരു വൈറ്റ് കളർ റൈറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് ഗ്രില്ലയിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന 360 ഡിഗ്രി ക്യാമറയും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൈഡുകൾ 2 പോർഷനായിട്ടും ക്രോം ഫിനിഷിൻ്റെ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് LED ഹെഡ്ലൈറ്റുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താണ് ഈ ഒരു ഗ്രില്ല് വരുന്നത്. അത് തന്നെ കാണുമ്പോൾ നല്ലൊരു രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഒരു 22 LEDs വരുന്ന ഒരു ബൈ പ്രൊജക്ടർ LED ഹെഡ്ലൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇൻഡിക്കേറ്റർ യൂണിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്, അതും കിടുവാണ്. തൊട്ട് താഴെ ഒരു DRL യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് അസംബ്ലി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടി ലോവർ ആയിട്ടുണ്ട്. ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് സ്കിഡ് പ്ലേറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. താഴത്തെ വലിയൊരു എയർ ഡാമ്പും കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സൈഡിലത്തെ കാഴ്ചകളിലോട്ട് പോകുന്ന സമയത്ത് ബാക്കിയുള്ളതെല്ലാം ഈ ഒരു ഭാഗം നമ്മൾ ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വ്യത്യാസങ്ങൾ ഒന്നും തന്നെ പ്രത്യക്ഷത്തിൽ പറയാനില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. 360 ഡിഗ്രി ക്യാമറ, ഇൻഡിക്കേറ്റർ. നമുക്ക് ടയറിൻ്റെ കാര്യം കൂടെ പറയാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് 195 60 RPM ആണ്. ഡയമണ്ട് കട്ട് അലോയ് വിത്ത് ഡ്യുവൽ ടോൺ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും സംഗതി കിടുവാണ്. ഈ വാഹനം ഏകദേശം ഒരു 17,000+ കിലോമീറ്റർ ഓടിയൊരു ടെസ്റ്റ് ഡ്രൈവ് വാഹനമാണ്. അത് അത്യാവശ്യം നല്ല കുളമായിട്ടുള്ള രീതിയിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുമ്പോഴത്തേക്കും അവിടെ ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാര്യം. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 205 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വാഹനം ഓടിക്കണമെങ്കിൽ കുറഞ്ഞത് 205 അല്ലെങ്കിൽ അതിൽ പ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം അടിഭാഗം തട്ടാതെ ഓടിക്കാൻ സാധിക്കും. കുറ്റം പറഞ്ഞതല്ല, അങ്ങനെ ആരും എടുക്കരുത്. ഞാനൊരു ഫാക്റ്റ് പറഞ്ഞതാണ്. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഫങ്ഷണൽ റൂഫ് റെയിലാണ് വരുന്നത്. 50 കിലോ വരെ നമുക്കിതിൽ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ലീഫ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാർ വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു റിക്വസ്റ്റ് സ്വിച്ച് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത്. റൈറ്റിലും ലെഫ്റ്റിലുമായിട്ട് റിക്വസ്റ്റ് സ്വിച്ച് അവൈലബിൾ ആണ്. നല്ലൊരു പോർഷനാണ്, അല്ലെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. സൈഡിലോട്ട് വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്, അതും നല്ല രസമുണ്ട് കാണാൻ. ഇനി ഈ സൈഡിലോട്ടാണ് ഇനി വ്യത്യാസങ്ങൾ വരുന്നത്. അതായത് ടെയിൽ ലൈറ്റ് കാണുമ്പോൾ നമുക്കറിയാം ഒരു രക്ഷയില്ല. കാരണം ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഈ ഒരു ഡിസൈൻ പാറ്റേണും ഇവിടെ ഒരു ഹണി കോമ്പിൻ്റെയൊക്കെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല കിഡ് ലുക്കാണെന്ന് ഞാൻ പറയും. ഈ ഒരു വാഹനം ബാക്കിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് നല്ല കിഡ് ലുക്കായിരിക്കും. പക്ഷേ ഇത് ടോപ്പ് വേരിയൻ്റ് മാത്രമാണ് ഇതുപോലെ LED ടെയിൽ ലാംപ്സ് വരുന്നത്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ വരുന്ന ഹാലജൻ ബൾബ് തന്നെയാണ്. അതുപോലെ റിവേഴ്സും വരുന്നത് ഹാലജൻ ബൾബാണ്. ബാക്കി വരുന്നതെല്ലാം LEDs ആണ് നമുക്കിവിടെ കിട്ടുന്നത്. സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു വൈപ്പർ, റിയർ വൈപ്പർ കാണാം. ഡീഫോഗർ അവൈലബിൾ ആണ്. ഒരു സ്ക്രീൻ വാഷിൻ്റെ ചെറിയൊരു നോസിൽ ഇവിടെ കാണാൻ സാധിക്കും. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം. അതുപോലെ തന്നെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനയും കാണാം. ഇവിടെ ഒരു ചെറിയ സ്പോയിലർ വരുന്നുണ്ട്, അത് നല്ല രസമുണ്ട് നമുക്ക് കാണാൻ വേണ്ടി. അതിൻ്റെ സംഗതി കിടുവാണ്. അതുപോലെ തന്നെ ഇതൊരു ടെർബോ വേരിയൻ്റ് ആണ് വരുന്നത്. നമുക്ക് വരുന്നതെല്ലാം 1 ലിറ്റർ വേരിയൻ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എഞ്ചിൻസ്. അതിലിതൊരു ടെർബോ ആണ്, നാച്ചുറലി ആസ്പിറേറ്റഡ് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു CVT വേരിയൻ്റ് ആണ്. അതും വളരെ വ്യക്തമായിട്ട് ഇവിടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു റിയർ 4 സെൻസേഴ്സ് വരുന്നുണ്ട്. 1 2 3 4 അങ്ങനെ 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു 360 ഡിഗ്രിയുടെ ക്യാമറ നമുക്ക് കാണാൻ സാധിക്കും. 339 ലിറ്ററിൻ്റെ ബൂട്ട് കപ്പാസിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ സ്പേസ് നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 60-40 സ്പ്ലിറ്റ് സീറ്റാണ് നമുക്കിവിടെ വരുന്നത്. ഇത് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ, അതായത് ഒരു 669 ലിറ്ററും കൂടെ നമുക്ക് ബൂട്ട് സ്പേസ്
കൂട്ടാൻ സാധിക്കും. അതൊരു ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. ലൈറ്റ് വരുന്നുണ്ട്. ഇതൊരു LED ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. നമ്മളെപ്പോഴും എല്ലായിടത്തും പറയുന്ന പോലെ തന്നെ ഇവിടെ ഞാനൊന്ന് ആവർത്തിച്ച് പറയുന്നു, 2 ഹുക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സ്പെയർ വീല് വരുന്ന സൈസും കൂടെ നമുക്കൊന്ന് നോക്കാം. സ്പെയർ വീല് വരുന്നത് 165/80/14 നമുക്ക് സ്പെയർ വീലിൻ്റെ സൈസ് വരുന്നത്. ഏതായാലും ഇനി നമുക്ക് വാഹനത്തിൻ്റെ അകത്തുള്ള വിശേഷങ്ങളൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ലൈറ്റും കൂടെ ഒന്ന് ഓണാക്കാം. ഇപ്പം ഞാൻ നോർമൽ ബീമാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഹൈയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഹൈ പാസ് ബൈ 22 LEDs ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ 22 LEDs എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്ത് ബ്രൈറ്റ്നസ് ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ളൊരു കാര്യം. ഏതായാലും സംഗതി കിടുവാന്ന് തോന്നുന്നു. രാത്രി ഓടിച്ചാൽ അതിൻ്റെ വ്യത്യാസം അറിയാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും പറയുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയാന്ന് തോന്നുന്നു. ഇനി ഈ കീ ഫോബിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഞാൻ കാണിച്ചത്. ഈ കീ ഫോബ് എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ ഇത് പോക്കറ്റിലോട്ട് ഇട്ടു. എന്നിട്ട് ഞാൻ ഈ വാഹനത്തിൽ നിന്നും ജസ്റ്റ് സാധാരണ പുറത്തോട്ട് ഇറങ്ങി ഡോർ അടച്ചു. ഞാൻ നടന്നു പോവാണ്. നിങ്ങൾ നോക്കിക്കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യെസ്, ഇപ്പോൾ ഈ വാഹനം ലോക്കായിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലോക്ക് ചെയ്യാൻ മറന്നു പോയാൽ പോലും ഞാൻ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വാഹനം ലോക്കാവുകയും ചെയ്യും. അതുമാത്രമല്ല, എപ്പോഴാണ് ഞാൻ ഈ വാഹനത്തിൻ്റെ അടുത്തോട്ട് അപ്രോച്ച് ചെയ്യുന്നത്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ഏകദേശം 1 മീറ്ററാണ് പറയുന്നത്, അതിൻ്റെ അടുത്തോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആവുന്നതായിരിക്കും. എനിക്ക് ഈ സ്വിച്ച് പോലും ടച്ച് ചെയ്യേണ്ട. ഞാൻ ഈ ബാക്കിലത്തെ ഡോർ നോക്കാം, ഓപ്പണായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സേഫ്റ്റി ഫീച്ചർ, അതായത് ഒരു ചെറിയ സേഫ്റ്റി ഫീച്ചറൊന്നുമല്ല, പലപ്പോഴും കുറച്ച് പേരെങ്കിലും മറന്നു പോകുന്നൊരു കാര്യമാണ് ലോക്ക് ചെയ്യാനുള്ളൊരു കേസ്. കീ ഫോബ് പോക്കറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ഇട്ടേച്ചും പോകാം, ഒന്നും പേടിക്കണം. അതുപോലെ തന്നെ കീ ഫോബ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ലോക്ക് ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ലോക്ക്ഡ് ആണ്. ഇപ്പം കീ ഫോബ് എൻ്റെ പോക്കറ്റിലുണ്ട്. ഇനി ഞാനൊന്ന് അൺലോക്ക് ചെയ്യാൻ വേണ്ടി ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അൺലോക്ക് ചെയ്യാനും സാധിക്കും. അതും ഒരു അടിപൊളി ഫീച്ചറില്ല. അപ്പോൾ 2 സൈഡിലും ഉണ്ട്. അതിനും ഞാനൊരു പോയിന്റ് കൊടുക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഓരോ രീതിക്ക് പ്രൈസ് കുറയ്ക്കാൻ നോക്കുന്നത് പോലെ ലെഫ്റ്റ് സൈഡിലെ റിക്വസ്റ്റ് സ്വിച്ച് എടുത്ത് കളയാണ്. ഇവിടെ റൈറ്റിലും ലെഫ്റ്റിലും റിക്വസ്റ്റ് സ്വിച്ച് ഉള്ളത് അടിപൊളി തന്നെയാണ്. ബാക്കിലും കൂടെ ഉണ്ടോ എന്ന് നോക്കാം. സാധാരണ ബാക്കിൽ വരുന്നതാണ്. ഈ വാഹനത്തിൽ ബാക്കിലുണ്ടോ എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കിയേക്കാം. ഓക്കെ, റിക്വസ്റ്റ് സ്വിച്ച് ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു റിമോട്ട് കയ്യിലുള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞാൻ നോക്കിയെടുത്തോളം റിക്വസ്റ്റ് സ്വിച്ചിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഓട്ടോ ലോക്കും അൺലോക്കും നടക്കുന്ന സമയത്ത് ഇങ്ങനെ റിക്വസ്റ്റ് സ്വിച്ചിൻ്റെ ആവശ്യം ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുക. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറി നോക്കാം. സീറ്റിൻ്റെ കാര്യം തൊട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ റിക്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാനുവൽ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. അത് കഴിഞ്ഞ് സ്റ്റിയറിങ്ങിൻ്റെ ടിൽറ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ടെലിസ്കോപ്പിക്ക് നമുക്കിവിടെ കിട്ടുന്നില്ല. ഏതായാലും അകത്തോട്ട് കയറുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൈ പിടിക്കുന്ന ഏതൊക്കെ പോർഷൻസ് ഉണ്ടോ അവിടെയെല്ലാം ഫുൾ ലെതറാണ്. അതായത് നമുക്കിങ്ങനെ ചുറ്റും നോക്കുമ്പോഴത്തേക്കും ഏതായാലും ഔട്ട്സൈഡ് കളറും ഇൻസൈഡ് കളറും ഒരുപോലെ തന്നെ നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ലെതർ ഫിനിഷും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറേ കൂടെ നമുക്ക് പ്രീമിയം ഫീലാണ് കിട്ടുന്നത്. നമുക്കൊരു ആംബിയൻ ലൈറ്റ് അതിലേ കയറി ഇങ്ങ് പോരുന്ന കാണാൻ സാധിക്കും. ഒരു മൾട്ടി കളർ ലൈറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ രാത്രി ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ലൊരു ഫീൽ നമുക്ക് കിട്ടും. പിന്നെ ഡോറ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലോക്കിൻ്റെ ഒരു സ്വിച്ച് നമുക്ക് ഈ ഒരു പോർഷനിലാണ്. പഴയ പൊസിഷൻ മാറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ഒരു സിൽവർ ഫിനിഷിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മിറർ ഫോൾഡിങ്ങിൻ്റെ ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സ്വിച്ച് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചും. ഡ്രൈവർ സൈഡ് മാത്രം 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം സിംഗിളാണ് വരുന്നത്. മിറർ ലോക്ക് ചെയ്യാൻ ഒരു സ്വിച്ചും അത്യാവശ്യം നല്ലൊരു പോക്കറ്റ് ഏരിയ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ ഹോൾഡറും സൈഡിലത്തെ പോർഷനും കാണാം. സ്പീക്കേഴ്സ് വരുന്നത് JBLൻ്റെ ആണ്. ഇവിടെ ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച് അതൊരു സെപ്പറേറ്റ് ഓൺ ഓഫ് സ്വിച്ച് പോലെ തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് അത് ഓൺ ഓഫ് നമുക്ക് വളരെ കൃത്യമായിട്ട് ക്ലസ്റ്ററിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് നമുക്ക് ഓട്ടോ ഫീച്ചറും വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്ലസ്റ്ററിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 7 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ സ്ക്രീനാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോളിൻ്റെ പ്ലസ് ആൻഡ് മൈനസും നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും ക്ലസ്റ്റർ മീറ്ററിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഈ ഒരു സ്വിച്ചിൽ തന്നെ, അതായത് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എല്ലാം നമുക്കിവിടെ തന്നെ അറിയാൻ സാധിക്കും. എത്ര ഡ്രൈവ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ തന്നെ TPMSൻ്റെ നമുക്കറിയാൻ സാധിക്കും. അടുത്ത സർവീസിൻ്റെ ടൈം അറിയാൻ സാധിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും. ഇനി ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ കിട്ടുന്നത്. ഏതായാലും സ്റ്റിയറിംഗ് വീല് കാണുമ്പോൾ നമുക്കൊരു അടിപൊളി ഫീല് തന്നെയാണ്. ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി സൈഡിലത്തെ പോർഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് AC വെൻറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അത് ഈ ഒരു സൈഡ് തൊട്ട് ഈ ഒരു സൈഡ് വരെ നല്ല സ്പോട്ടി ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. 7 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് വരുന്നത്. പക്ഷേ 360 ഡിഗ്രി
ഡിഗ്രി ക്യാമറയും കൂടെ നമുക്ക് ആഡ് ആയിട്ടുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഏതായാലും വിഷ്വൽസ് ഒരു കണ്ടിട്ടൊരു ഓക്കെ ഫീൽ അത്രേ പറയാൻ സാധിക്കുള്ളൂ. ഒരു അടിപൊളി ഫീൽ എന്ന് ഒരു കാരണവശാലും പറയാൻ സാധിക്കത്തില്ല. ഒരു ഓക്കെ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. തൊട്ട് താഴെ നമുക്ക് ഡീഫോഗർ കാണാൻ സാധിക്കും. 4 ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച്, ലോക്ക് സ്വിച്ച്, നമുക്കിവിടെ ലോക്ക് ആൻഡ് അൺലോക്ക് ഇവിടെ വരുന്നുണ്ട്. ആംബിയൻ ലൈറ്റിൻ്റെ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ നമുക്ക് എ സിയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. എ സി ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. പൊസിഷൻ ഏത് വേണമെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്ലോവർ ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോ വേണമെങ്കിൽ ഓട്ടോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടെമ്പറേച്ചറിനനുസരിച്ച് സ്പീഡ് സെറ്റ് ആകുന്നതായിരിക്കും. ഓട്ടോ വേണമെങ്കിൽ നമുക്ക് എ സി ഫുൾ ഓഫ് ചെയ്തതിന് ശേഷം എ സി മാത്രം ഓൺ ചെയ്താൽ മതി. ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സർക്കുലേഷൻ നമുക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എ സി ഓഫ് ആണെങ്കിൽ ഓഫ്, എ സി ഓൺ ആണെങ്കിൽ ഓൺ, എല്ലാം നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കാണിക്കുന്നതായിരിക്കും. ഇവിടെ മേളിലൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് അഡീഷണലായിട്ട് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി, അതായത് വയർലെസ് ചാർജർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ താഴെ ചെറിയൊരു പോക്കറ്റ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വെക്കാൻ സാധിക്കും. ഒരു 12 വോൾട്ടിൻ്റെ പവർ സോക്കറ്റും ഒരു എ ടൈപ്പ് USB ആണ് നമുക്കിവിടെ വരുന്നത്. ഒരു C ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു സജഷൻ. അതുപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. ഏതെങ്കിലും രീതിക്ക് നമുക്ക് ലോക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ബട്ടണാണ്. പിന്നെ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, എൽ മോഡ് അഥവാ ലോ ഗിയർ നമുക്കിവിടെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു CVT വാഹനമാണ്. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു സ്വിച്ചും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലസ്റ്റർ മീറ്ററിൽ സ്പോർട്സ് എന്ന് എഴുതി കാണിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു സ്പോർട്സ് മോഡാണ്. അതായത് നല്ല സ്പീഡിൽ നമുക്ക് ഡ്രൈവ് ചെയ്യണം അല്ലെങ്കിൽ നല്ല പവറിൽ ഡ്രൈവ് ചെയ്യണം തോന്നുന്നു എപ്പോഴാണോ അന്നേരം ഈ സ്വിച്ച് ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ മതി. തൊട്ട് താഴെയായിട്ട് നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും. കിടുവാണ്, ചെറിയൊരു സ്പേസ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഒരു ആംറസ്റ്റ് കാണാം. ആംറസ്റ്റിനകത്ത് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാം. പക്ഷേ ഇത് ഫിക്സഡ് ആണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൈ ടച്ച് ചെയ്യുന്ന എല്ലാ പോർഷൻസിലും തന്നെ നമുക്ക് ലെതർ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഹാൻഡ് ബ്രേക്കിൽ നമുക്കൊരു ലെതർ ഫിനിഷ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കീയുടെ വിശേഷം കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഒരു നല്ല കീ ഫോബാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ പ്രസ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു 60 മീറ്ററിനകത്താണെന്നുണ്ടെങ്കിൽ അകത്ത് ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്കിത് പ്രസ് ചെയ്ത് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻറ്റ് മാത്രം ഈ പറഞ്ഞൊരു ഓപ്ഷനുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു 1.8 മീറ്റർ വിട്ടു പോവുകയാണെങ്കിൽ, അതായത് കീ നമ്മുടെ പോക്കറ്റിനകത്തുണ്ട്, നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു 1 മീറ്ററിനകത്ത്, കാറിൽ നിന്നും ഒരു 1 മീറ്ററിനകത്തോട്ട് എത്തുന്ന സമയത്ത് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്കും ആകുന്നത്. അപ്പോൾ ലോക്ക് ആകുന്നതും അൺലോക്ക് ആകുന്നതും ഓട്ടോമാറ്റിക്കായിട്ട്. അതുകൊണ്ട് നമ്മൾ ഈ കീ പോക്കറ്റിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി. ഒരു കാരണവശാലും റിക്വസ്റ്റ് സ്വിച്ച് പോലും പ്രസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നേരെ വാഹനത്തിലോട്ട് കയറാൻ സാധിക്കും. സൺവൈസർ ഇവിടെ കാണാൻ സാധിക്കും. ഏതായാലും മിറർ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ അവൈലബിൾ അല്ല. ഇവിടെ ഒരു മൈക്കിൻ്റെ പോയിന്റ് കാണാൻ സാധിക്കും. നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മൈക്ക് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമുക്കൊരു ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിറർ കാണാൻ സാധിക്കും. അത് ബെസലെസ് ആണ് വരുന്നത്. അതായത് സൈഡിൽ വരെ ബെസലോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ വയർ കാണാൻ സാധിക്കും. അതൊരു എവിടേക്കോ കൊണ്ടൊരു ഇച്ചിരി നെഗറ്റീവായിട്ട് തോന്നി. അത് ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും LED ആക്കുകയായിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായേനെ. ഏതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ AC-യുടെ ഓട്ടോ ക്ലൈമറ്റ് എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്നുള്ള സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെൻസറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കതിനനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ഡ്രൈവറിൻ്റെ സീറ്റിലോട്ട് ഇരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ കാണുന്ന കുറച്ച് മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്യുക. ഏതായാലും കാല് തട്ടുന്ന ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. പക്ഷേ നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ഗ്ലോ ബോക്സ് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം സ്പേഷ്യസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അത്യാവശ്യം നല്ല ഏരിയ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇതൊരു വെൻറ്റിലേറ്റഡ് ടൈപ്പാണ് വരുന്നത്. നമുക്ക് കൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു കിടു ഫീച്ചറാണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ രാത്രിയൊക്കെ എന്തെങ്കിലും കാര്യമൊക്കെ തപ്പിയൊക്കെ വരുന്ന സമയത്ത് വെട്ടം കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊബൈലൊക്കെ ഓൺ ചെയ്ത് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഏതായാലും ഈ ഒരു കാര്യം കിടുവാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന സൺവൈസറാണ്. ഏതായാലും ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. മുഖമൊക്കെ നോക്കാൻ സാധിക്കും. ഇതിനൊക്കെ ഒരു ചെരിവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്തോ ഒരു രസം തോന്നുന്നുണ്ട്. ഒരു സൈഡിലോട്ടൊരു ചെരിവ് ബാക്കിയുള്ള വാഹനത്തിനെ അപേക്ഷിച്ച് അങ്ങനെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ആംറസ്റ്റും എനിക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നല്ല കാര്യം. ഇവിടുന്ന് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ നോക്കാൻ സാധിക്കും. പക്ഷേ ഈ പറയുന്ന പോലെ വലിയ ഗുമ്മില്ലാത്തതുകൊണ്ട് വലിയ കാര്യമായിട്ട് അതിനകത്ത് നോക്കേണ്ടി വരത്തില്ല. പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് പോകാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ബാക്ക് സൈഡിലോട്ട് നമുക്ക് ഇരിക്കാം. ഏതായാലും ഈ ഒരു സീറ്റ് ഒരുവിധം നല്ല രീതിക്കാണ് ഇറക്കിയിട്ടിരിക്കുന്നത്. കാരണം ഈ പില്ലർ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു സൈഡ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഇത് പുറകോട്ടാണ്.
കിടക്കുന്നതെന്നുള്ളൊരു കാര്യം. എന്നിട്ട് പോലും എനിക്ക് ബാക്കിൽ നല്ല രീതിക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. തൈ സപ്പോർട്ട് ഒരു ഓക്കെ ഫീൽ മാത്രം ഞാൻ പറയത്തില്ല, അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയത്തില്ല, ജസ്റ്റ് ഒരു ഓക്കെ ഫീൽ എന്നാൽ ഞാൻ പറയത്തില്ല. എന്നാലും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നു. എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ സീറ്റിൽ അത്യാവശ്യം നല്ല രീതിക്ക് ലെഗ് റൂമും കിട്ടുന്നുണ്ട്, അതായത് നീ റൂമും കിട്ടുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ സ്കൂപ്പ് ഡിസൈൻ ആണ്, എന്നാൽ പോലും ഈ ഒരു സീറ്റ് പുറോട്ട് ഇറക്കിയിട്ടിട്ട് പോലും എനിക്ക് ഇത്രയും സ്പേസ് കിട്ടുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ ആൾ മര്യാദയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് സ്പേസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ മിസ് ചെയ്തൊരു കാര്യമാണ് ഈ താഴത്തെ സി പോർട്ട് വരുന്നത്, ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 2 AC വെൻ്റ് അവൈലബിൾ ആണ്. ഇത് ഓൺ ഓഫ് ചെയ്യാനുള്ള ഫീച്ചർ മാത്രമേ ഉള്ളൂ, സ്പീഡ് കൺട്രോൾ ചെയ്യാനോ കാര്യങ്ങളൊന്നും ഓപ്ഷൻ ഇല്ല. പിന്നെ ഒരു കാര്യം ഞാൻ ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ പറയാൻ മറന്ന ഒരു കാര്യമാണ് കപ്പിൾ ഡിസ്റ്റൻസ്, അതായത് ഇവിടുത്തെ ആൾക്കും ഉള്ളൊരു ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് 700 mm ആണ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു രീതിക്ക് ഡിസ്റ്റൻസ് കിട്ടുന്നുള്ള സുഖമായിട്ട്, അതായത് നമുക്ക് നെഞ്ചും പിരിച്ച് ഇരുന്ന് വാഹനം ഓടിക്കാൻ സൈഡിൽ ഇരിക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ആംറസ്റ്റ് വരുന്നുണ്ട്, ബാക്കിൽ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, ഒരു മൊബൈൽ ഹോൾഡറും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് പുറയിൽ മൂന്നാമതിരിക്കുന്ന ആൾക്ക് കൊടുത്തിട്ടില്ല, മറ്റ് 2 പേർക്കും കൊടുത്തിട്ടുണ്ട്. അത് അഡ്ജസ്റ്റബിൾ ടൈപ്പ് ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു 60-40 സ്പ്ലിറ്റ് സീറ്റ് ആണ് വരുന്നത്. അതിൽ ഇതൊരു 40യും ഞാൻ ഇരിക്കുന്ന ഒരു 60 ആണ്. അപ്പോൾ അത്യാവശ്യം ലഗേജൊക്കെ കയറ്റണമെന്നുണ്ടെങ്കിൽ തിരിച്ചിടാൻ സാധിക്കും. അതുപോലെ തന്നെ ISO ഫിക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ 6 എയർ ബാഗ് വരുന്നുണ്ട് സേഫ്റ്റിയുടെ സൈഡ് കൊണ്ട്, അതായത് ഡ്രൈവർ സൈഡ്, കോ ഡ്രൈവർ സൈഡ്, 2 പില്ലേഴ്സും 2 സീറ്റയിലും എയർ ബാഗ് നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. ഈ ഒരു സീറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കുഷനിങ് എഫക്റ്റും, അത് മാത്രമല്ല ഇത് UV റേസിനെ കട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഹീറ്റ് റെസിസ്റ്റൻറ്റ് സീറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, പക്ഷേ ബ്രൗഷറിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം കാണും. അതായത് ഒരുപാട് ഹീറ്റ് ആകത്തുമില്ല, ഒരുപാട് കോൾഡ് ആകത്തുമില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കംഫോർട്ടും കിട്ടും. പ്രത്യേകിച്ച് നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഓടിക്കയറി വന്നിരിക്കുകയാണെങ്കിൽ പോലും സീറ്റ് ചെറിയൊരു രീതിക്ക് നോർമൽ ടെമ്പറേച്ചർ ആയിരിക്കും. നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും കയറി ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ പറയും ഈശ്വര അവിടെ ഇവിടെയൊക്കെ പൊള്ളുന്നുണ്ട്. ആ ഒരു സീൻ ഇവിടെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അത് പ്രാക്ടിക്കലി ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നല്ല കനത്ത മഴ കാരണം ആ ഒരു കാര്യം മാത്രം കൈവിട്ട് പോയി എന്ന് പറയാൻ സാധിക്കും. ഏതായാലും ഓവറോൾ അടിപൊളി തന്നെ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹൃദയഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ ഹൃദയഭാഗം ഒന്ന് കാണാം, അഥവാ ഈ വാഹനത്തിൻ്റെ എൻജിൻ ഒന്ന് കാണാം. ഏതായാലും എനിക്ക് ഭയങ്കര ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മോഡൽസിനെല്ലാം വരുന്ന ഒരു 1 ലിറ്റർ എൻജിനാണ്. പക്ഷേ ഈ 1 ലിറ്ററിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിയാണ് ഈ ഒരു എൻജിൻ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു 1 ലിറ്റർ ടെർബോ എൻജിനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. എന്നാൽ ഇതിൽ തന്നെ 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിനും അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല, ഇതിൽ തന്നെ ഒരു 1 ലിറ്റർ CNGയും അവൈലബിൾ ആണ്. ഏതായാലും എല്ലാം 1 ലിറ്റർ കൊണ്ടുള്ളൊരു കളിയാണ്, നല്ലൊരു കാര്യമാണ്. ഇതിൻ്റെ പവർ വരുന്നത് 100 PS പവറും 160 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു ടെർബോ എൻജിനാണെന്ന് ഞാൻ എടുത്ത് പറഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ ടെർബോയുടെ പോർഷനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അത്യാവശ്യം കൈയിട്ട് വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഒരു എൻജിൻ തന്നെയാണ് നമുക്ക് പറയാം. ഞാൻ ഇങ്ങനൊരു വേരിയൻറ്റ് കുറേ നാൾ കൂടിയിട്ടാണ് ഒന്ന് കാണുന്നത്. അതായത് നമ്മുടെ സ്ക്രീൻ വാഷ് ഫില്ല് ചെയ്യുന്ന ബോട്ടിൽ ഇവിടെയാണ് വരുന്നത്. കൊള്ളാം, കിടുവാണ്. ഫ്യൂസ് കേസും കാര്യങ്ങളൊക്കെ എല്ലാം ഒരു ജംഗ്ഷൻ ബോക്സ് പോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്താണ് വെച്ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഏതായാലും അതെല്ലാം ഓവറോൾ അടിപൊളി തന്നെയാണ്. യെസ്, അപ്പം ഞാൻ ഇത്ര നേരം ഉണ്ടായിരുന്ന ഒരു CVT വാഹനത്തിലായിരുന്നു, ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിലാണ്. ഇപ്പോഴും ഉള്ള ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിലാണ്, പക്ഷേ ഇവിടെ ഒരു AMT ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവിൽ തന്നെ പ്ലസ് ആൻഡ് മൈനസ്, അതായത് നമുക്ക് പ്ലസ് ആൻഡ് മൈനസ് ചെയ്യാൻ സാധിക്കും. ഇതൊരു ശരിക്കും മാനുവൽ വാഹനം തന്നെയാണ്, അതായത് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. നമുക്കിതിൻ്റെ ഹുഡും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1 ലിറ്റർ എഞ്ചിനാണ് ഇവിടെ വരുന്നത്. 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്, ടെർബോ എഞ്ചിനല്ല ഇവിടെ വരുന്നത്. എന്നാൽ ഇവിടെ നമുക്കൊരു AMTയുടെ യൂണിറ്റും കൂടെ നമുക്ക് അഡീഷണൽ കാണാൻ സാധിക്കും. ഈ ഒരു പോർഷനിൽ ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഇവിടെ ഒരു അഡീഷണൽ യൂണിറ്റ് 19.7 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. 72 PS 96 Nm കിട്ടുന്നത്. ബാക്കി ഗിയർ ബോക്സിലൊന്നും വലിയ വ്യത്യാസം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതായാലും ഇതൊന്നും അയച്ചു നോക്കാൻ സാധിച്ചിട്ടില്ല, എന്നാലും അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും സംഗതി അടിപൊളിയാണ്. പക്ഷേ ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല, ഇനി മാനുവലും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണണ്ടേ. ഇതൊരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല രസമുണ്ട്. ഏതായാലും 5 സ്പീഡിൽ നമുക്ക് റിവേഴ്സ് മേളിലാണ് വരുന്നത്. അതായത് ഇതൊരു പ്യുവർ മാനുവൽ വാഹനമാണ്. ഇനി മാനുവലിൻ്റെ എൻജിൻ സൈഡും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാലോ.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. 1 ലിറ്ററാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഗിയർ ബോക്സ് നമ്മുടെ നോർമൽ ടൈപ്പ് ഗിയർ ബോക്സ് തന്നെ. ഷിഫ്റ്റിംഗ് വരുന്നത് എൻ്റെ ഈ ഒരു പോർഷനിലാണ്. ഈ ഒരു യെല്ലോ പോർഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും. ഈ ഒരു പോർഷനിലാണ് ഇതിൻ്റെ ഷിഫ്റ്റിംഗ് നടക്കുന്നത്. ഇവിടെയാണ് നമുക്ക് നേരത്തെ കണ്ട വാഹനത്തിൽ ഒരു യൂണിറ്റ് അഡീഷണൽ വന്ന് അതിൻ്റെ ഷിഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രത്യേകത പറയാനുള്ള, ഇതൊരു ബെസ്റ്റ് ഇൻ ക്ലാസ് ഡ്രൈവിംഗ് പൊസിഷൻ എന്ന് തന്നെയാണ് ഇവർ അവകാശപ്പെടുന്നത്. ഏറെക്കുറെ ഓക്കെ ആണെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇരിക്കുന്ന പൊസിഷനാണെങ്കിലും നമ്മുടെ വിസിബിലിറ്റി ആണെങ്കിലും എല്ലാ രീതിക്കും നമുക്കിപ്പം ശരിക്കും എനിക്ക് ആ ഹുഡ് വരെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് എനിക്ക് ഹുഡ് വരെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രീതിക്കുള്ള വിസിബിലിറ്റിയാണ് കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഡോർ ക്ലോസ് ചെയ്താൽ പോലും പില്ലർ ചെറിയ രീതിക്ക് ഒരു മറവുണ്ട്. അത് എല്ലാത്തിലും വരുന്ന പോലെ അല്ല, കുറച്ചുകൂടെ ചെറിയ രീതിക്ക് ആയിട്ടുണ്ട്. എനിക്ക് കുറേ കൂടെ നല്ല രീതിക്ക് ഈ ഒരു പോർഷനും കാണാൻ സാധിക്കും എന്നുള്ളൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കിടു ഫീച്ചർ തന്നെയാണ്. നമുക്ക് എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതൊരു 3 സിലിണ്ടർ ആയതുകൊണ്ട് വൈബ്രേഷൻ ചെറിയൊരു രീതിക്ക് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം 3 സിലിണ്ടർ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വൈബ്രേഷൻസ് കുറച്ച് കൂടുതലായിരിക്കും ഒരു 4 സിലിണ്ടറിനെ അപേക്ഷിച്ച്. വേറൊന്നും കൊണ്ടല്ല, ആ 3 സിലിണ്ടറിൻ്റെ ഒരു ബാലൻസിങ് കൃത്യമാകാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വൈബ്രേഷൻ ഫീൽ ചെയ്തത്. പിന്നെ എന്തുകൊണ്ട് അവർക്ക് 4 സിലിണ്ടർ ഇറക്കി കൂടെ 3 സിലിണ്ടർ എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് മുട്ടിക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഏതായാലും പ്രൈസ് റേഞ്ചിങ്ങിൽ വ്യത്യാസം ഒന്നും തന്നെ വരുത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കും തന്നെ വലിയൊരു ആശ്ചര്യമാണ്. കാരണം ഇത്രയും വലിയൊരു അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് വേറെ മാറ്റങ്ങളൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ പറയും ഉറപ്പായിട്ടും ധൈര്യമായിട്ട് ഈ വാഹനം എടുക്കാൻ സാധിക്കും. കാരണം ഇത്രയും നാൾ ഏകദേശം ഒരു 5 വർഷത്തോളം ഒരു കുഴപ്പമില്ല, നല്ല പെർഫോമൻസ് ആയിട്ട് പോയൊരു സ്ഥിതിക്ക് എല്ലാം കൊണ്ടും ഒരു ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾ ഒരു വാഹനം എടുക്കാൻ പോകുമ്പോൾ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഒരേ ഒരു വാഹനമേ ഉള്ളൂ, വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ആണെങ്കിൽ പോലും ഈ ഒരു വാഹനം കൊണ്ട് ഇത്രയും നാൾ ഓടിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ഒരു ഹൈലൈറ്റ് തന്നെയാണ്. അതും പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഒരു ഡ്രൈവും കൂടെ നോക്കാം. ഏതായാലും ഡ്രൈവിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞ പോലെ ഒരു വിസിബിലിറ്റിൻ്റെ കാര്യം ഒരു രക്ഷയില്ല. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ബ്രേക്ക് അസിസ്റ്റ് വരുന്നുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് തോന്നും നമുക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും. ആ ഒരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് വിസിബിലിറ്റി, പിന്നെ സീറ്റിങ്ങിൻ്റെ രീതി, അതും പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു സ്പേസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞ പോലെ ഒരു 700 mm ഒരു കപ്പിൾ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൈയൊക്കെ അല്ലെങ്കിൽ ഒരു ചങ്ക് വിരിച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് നല്ലൊരു കാര്യം തോന്നിയത് നമ്മുടെ ആംറസ്റ്റ്, അതായത് ഈ ലെഫ്റ്റ് സൈഡ് മാത്രമല്ല റൈറ്റ് സൈഡിലെ ആംറസ്റ്റ് പോലും വളരെ സോഫ്റ്റ് ആയിട്ട്, അതായത് ഒരു ലെതറേറ്റഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നമുക്കൊരു പ്രീമിയം ഫീൽ, അല്ലെങ്കിൽ ഇത് കാണുമ്പോഴാണല്ലോ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. എന്നാൽ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു കുറവ് വരുത്തണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഇതെൻ്റെ പേഴ്സണൽ ആയിട്ടൊരു സജഷൻ മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കളേഴ്സൊക്കെ ഇവിടെ ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കാൻ സാധിക്കും. ഏതായാലും കളേഴ്സ് മാറുന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കത് അറിയാൻ സാധിക്കുന്നുണ്ട്. അതും ഒരു കിടു ഫീച്ചറാണ്. ഏതായാലും ഓവറോൾ എനിക്കിത് ഡ്രൈവ് ചെയ്തിട്ടൊരു ഓക്കെ ഫീൽ തന്നെയാണ് കിട്ടുന്നത്. ഒരുപാട് ഗുമ്മി ഞാൻ പറയുന്നില്ല, പക്ഷേ ഉറപ്പായിട്ടും നിങ്ങളൊരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരിക്കണം. ഞാൻ ഏതായാലും ഇവരുടെ കോൺടാക്ട് നമ്പർ കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മാത്രം, അത് ഞാൻ എല്ലാ വീഡിയോസിലും എടുത്ത് പറയുന്നൊരു കാര്യമാണ്, ഒരു വാഹനത്തിനെക്കുറിച്ച് ആരൊക്കെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രം അതിൻ്റെ എക്സാക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഒരു ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രം ഒരു വാഹനം സെലക്ട് ചെയ്യുക. അല്ലാതെ അവർ പറഞ്ഞു നല്ലതാണ് അതുകൊണ്ട് ഞാൻ എടുക്കുന്നു എന്നുള്ളൊരു ചിന്താഗതി ഒരിക്കലും പാടില്ല, തെറ്റാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചോണം. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ രേഖപ്പെടുത്തുക.